NDA നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. BJP അധ്യക്ഷൻ JP നഡ്ഡയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല്, വഖഫ് ബില്ല് എന്നിവ ചർച്ച ചെയ്തേക്കും. അമിത്ഷായുടെ അംബേദ്കർ പരാമർശം, NDA ഏകോപനം എന്നിവയും ചർച്ചയാകും. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ CBCI ആസ്ഥാനത്തെത്തും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ ചേരുന്നു. ബൽറാം, എന്തെങ്കിലും സ്പെഷ്യൽ അജണ്ട NDA യോഗത്തിനുണ്ടോ? ഹാഷ്മി, NDAയിലെ ഐക്യം കെട്ടിയുറപ്പാക്കുന്നതിനായി ഓരോ മാസവും യോഗം ചേരണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് NDA യോഗം ചേരുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികളിൽ NDA നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. സദൈവ് അടൽ എന്ന വാജ്പേയി സ്മാരകത്തിൽ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു എത്തിയിട്ടുണ്ട്. നിതീഷ് കുമാർ അടക്കമുള്ള NDAയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഇതിനുശേഷം പിന്നീടാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ NDA യോഗം ചേരുന്നത്. പ്രത്യേക അജണ്ട ഈ പാർലമെന്റ് സമ്മേളനത്തിനിടെ ഉണ്ടായ അംബേദ്കർ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. അത് വലിയ തോതിൽ തന്നെ ഇന്ത്യ സഖ്യം ചർച്ചയാക്കുമ്പോൾ അതിന് തക്കതായ പ്രതിരോധം തീർക്കാനുള്ള കൂടിയാലോചനകൾ ഈ യോഗത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട JPCയുടെ പരിഗണനയിലുള്ള 2 ബില്ലുകൾ ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, കൂടാതെയാണ് നേരത്തെയുള്ള വഖഫ് ബില്ല് എന്നിവ. ഒപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് ഡൽഹിയിലെ ഗോൾഡഖാന സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ വർഷവും ക്രിസ്മസ് തലേന്ന് ഈ ദേവാലയത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്നും സമാനമായി തന്നെ അദ്ദേഹം ഇന്ന് രാവിലെ 11 മണിക്കായിരിക്കും ഈ വാജ്പേയി സ്മാരകത്തിലെ പരിപാടികൾക്ക് ശേഷമായിരിക്കും ഇവിടെ എത്തുക. ഹാഷ്മി, ഓക്കെ. ബൽറാം നെടുങ്ങാടിയാണ്. അംബേദ്കർ വിരുദ്ധ പരാമർശം അത് കുറച്ച് വാവിട്ട വാക്കായി മാറുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന് ചർച്ചകളൊക്കെ NDA യോഗത്തിലുണ്ടാകും.